ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തരപ്രാപ്തിർ ധീരസ്തത്ര ന മുഹ്യതി. ഭഗവത്ഗീത 2:13 അഥവാ സാങ്ക്യത്തിൽ 13-ാം ശ്ലോകം. ശരീരത്തിന് ബാല്യകൗമാര യൗവനാദികൾ പോലെ ദേഹാന്തരപ്രാപ്തി അതുണ്ട് അർജുന, അത് നീ മനസ്സിലാക്കണം. അതുകൊണ്ട് ജനമൃതികളെ പറ്റി ആലോചിച്ച് മൂഢന്മാരാണ് സങ്കടപ്പെടുക. പണ്ഡിതർ, അറിവുള്ളവർ സങ്കടപ്പെടില്ല മരണത്തിനെ ഓർത്ത് എന്നാണ് അർജുനനോട് ഭഗവാൻ പറഞ്ഞത്. നോക്കൂ, നമുക്ക് ഈ പ്രപഞ്ചത്തിൽ എവിടെ നോക്കിയാലും കാണാവുന്നൊരവസ്ഥയാണത്. ഏതൊക്കെ ഭേദങ്ങൾ, ഋതുഭേദമുണ്ട്, രാവിലെ രാത്രി ഭേദങ്ങളുണ്ട്. 6 ഋതുക്കൾ മാറി മാറി വരുന്നുണ്ട്. ഇങ്ങനെ മാറി മാറി വന്നിട്ട് എന്താ സംഭവിക്കുന്നത്? രാത്രി പകലാവും, പകൽ രാത്രിയാവും. അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതേപോലെ തന്നെയാണ് ഈ 6 ഋതുക്കൾ. അതിങ്ങനെ 1-ൽ തുടങ്ങിയിട്ട് 6-ൽ അവസാനിക്കും, വീണ്ടും 1-ൽ വരും. ഈ ചംക്രമണം, ഈ ചക്രത്തിലാണ് ഒരു വാഹനം, വലിയൊരു വാഹനം തിരിയുന്നത് തന്നെ ഇതിൻ്റെ കഥ. ഒരു ബസ് ഇങ്ങനെ വലിയ 6 ചക്രത്തിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഹൃദയത്തിൽ ഒരു ചെറിയ പൽചക്രം മുതൽ ഒരു വലിയ ടയർ വരെയുള്ളത് ഓരോരോ ചക്രങ്ങളാണ്. ഈ ബസ്സിനകത്ത് ഇന്ധനം കത്തുമ്പോൾ വരുന്ന ആ പ്രഷർ അതിൻ്റെ പിസ്റ്റണെ ചലിപ്പിക്കുന്നുണ്ട്. ഈ പിസ്റ്റൺ ചലിക്കുമ്പോൾ, ഈ പ്രഷറിൽ പിസ്റ്റൺ ചലിക്കുമ്പോൾ ആ പിസ്റ്റണിൻ്റെ വശങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള പൽചക്രങ്ങൾ ഈ പിസ്റ്റണിൻ്റെ ചാട്ടത്തിനനുസരിച്ച് ചലിക്കുന്നുണ്ട്. ആ ചലനം തുടർച്ചയായിട്ട് താഴേക്ക് വന്ന് ടയർ വരെ എത്തി നിൽക്കുകയാണ്. ഇതേ സിസ്റ്റം തന്നെയാണ് ലോകത്തിൻ്റെ ക്രമം. ഇത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കെൽപ്പ് വരുന്ന സമയത്താണ്, നിങ്ങൾക്ക് വികാസം സംഭവിക്കുന്ന സമയത്താണ് നിങ്ങൾ ഈ നിസ്സാരങ്ങളായിട്ടുള്ള സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ച് നാണം കെട്ട് നടക്കാതെ മത്സരങ്ങളെല്ലാം വെടിഞ്ഞ് സന്തോഷത്തോടെ നിങ്ങൾ ജീവിക്കുക. ആ സമയത്താണ് നിങ്ങളുടെ ഭീതി മാറുന്നത്. അതുവരെ നിങ്ങൾക്ക് ഭയം ഉണ്ടാവും. ഭയമാണ് നിങ്ങളെ ഒരു ക്രൂരനാക്കുന്നത്. ഭയമാണ്, നിങ്ങൾക്ക് ഭയമാണ്. ഒന്നുകിൽ സമ്പത്ത് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം, അങ്ങനെ പല ഭയങ്ങളുമുണ്ട്. സമ്പത്ത്, കീർത്തി നഷ്ടപ്പെടുമോ, മരണം സംഭവിക്കുമോ, രോഗം സംഭവിക്കുമോ, ഇങ്ങനത്തെ ഭയങ്ങളാണ്. ഇത്തരം ഭയങ്ങളാണ് നിങ്ങളെ ഇവിടെ തന്നെ ചുറ്റാൻ പ്രേരിപ്പിക്കുന്നത്. ഞാൻ ഇതിനൊക്കെ അപ്പുറത്തുള്ള, ഇതിനൊക്കെ അതീതനാണ്. ഞാൻ ഇതിൻ്റെയൊക്കെ ഒരുപാട് മുകളിലാണ്. അഹം ബ്രഹ്മാസ്മി, ഞാൻ ഈശ്വരൻ തന്നെയാണ്. അജ്ഞാനത്താൽ ഞാൻ ഇവിടെ കിടന്ന് തിരിയാണെന്ന് നിങ്ങൾക്കൊരു നാൾ ബോധ്യപ്പെടും. അതുവരെയാണ് ഈ കറക്കമുള്ളൂ. അത് കഴിഞ്ഞാൽ കറക്കം മാറി, ആക്രാന്തങ്ങളും ആർത്തികളും എല്ലാം അപ്പം തീരും. ആ സമയത്ത് മാറും. അപ്പോൾ ഭഗവാൻ പറയുന്നത് ഇതാണ്, ഈ അർജുന, ദേഹത്തിന് ജരാനരകളും ബാല്യകൗമാരാദികളും എങ്ങനെയാണ് സംഭവിക്കുന്നത്, അതേപോലെ തന്നെയുള്ളൂ ഈ ദേഹാന്തരപ്രാപ്തി. ഒരു ശരീരം വാസയോഗ്യമല്ല എന്നാകുമ്പോൾ ഈ ആത്മാവ് അതിനെ ഉപേക്ഷിച്ച് വേറെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഈ മാറ്റം താഴേക്കും മേലേക്കും ഉണ്ട്. നമ്മൾ ഈ തിര്യക്ക് യോനി പോയി ചാടും, അല്ലെങ്കിൽ ഉന്നതമായി മേലോട്ട് പോകും. ആരോഹണം അവരോഹണമുണ്ട്. അതിൽ അവരോഹണമാവാതിരിക്കാൻ ശ്രമിച്ചാൽ മാത്രം മതി. അപ്പോൾ ഈ ഭീതി ഒഴിവാക്കുകയാണ് വേണ്ടത്. അതിനുള്ള മാർഗ്ഗമാണ് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ ലോകത്തിൻ്റെ ചലനം ഇതേപോലെ തന്നെയാണ്. ജനിച്ചാൽ അന്തരിക്കും. ജനിക്കുക, മരിക്കുക എന്നുള്ള പ്രക്രിയ മാറിക്കിട്ടണം. അതിന് നമ്മൾ ഈശ്വരനാവണം. നമ്മൾ ഈശ്വരനാവണമെങ്കിൽ നമ്മൾ ആത്മാവിൽ സ്ഥിതി ചെയ്യണം. ഇപ്പോൾ നമ്മൾ മനസ്സിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ മനസ്സ് എന്നുള്ള അവസ്ഥയിൽ നിന്ന് ആത്മാവ് എന്ന അവസ്ഥയിലേക്ക് ഉയരുമ്പോൾ ജനിമൃതികൾ അവസാനിക്കും. മനസ്സെന്ന് പറഞ്ഞാൽ അത് ആശയങ്ങളുടെ ഒരു കൂട്ടമാണ്. അതിൽ പലതരം ആശയങ്ങളുണ്ട്. നല്ല ആശയങ്ങൾ, അതും ചങ്ങല, പൊന്നിൻ ചങ്ങല. ചീത്ത കെട്ട ആശയങ്ങൾ, അത് ഇരുമ്പ്. അത് പൂന്താനം പറഞ്ഞില്ലേ, പൊന്നിൻ ചങ്ങല ഒന്നീ പറഞ്ഞതിൽ ഒന്ന് ഇരുമ്പ് കൊണ്ടെന്നത്രേ ഭേദങ്ങൾ. കാഞ്ചനക്കൂട്ടിലായാലും ബന്ധനം തന്നെയാണ്. നന്മ ചെയ്യണം എന്നുള്ള ജ്വരം, അതും നിങ്ങൾക്ക് ഒരു ബന്ധനമാണ്.
വൃത്തികേട് കാണിക്കണം, തോന്നിവാസം കാണിക്കണം, തമ്മാടിത്തരം കാണിക്കണം, അതും ബന്ധനമാണ്. അപ്പോൾ ഈ നന്മയും തിന്മയും രണ്ടും ബന്ധനമാകരുത്, രണ്ടും ചെയ്യണം. പക്ഷേ രണ്ടും ഒട്ടലില്ലാതെ ചേമ്പിലയിൽ വെള്ളം വീണ പോലെ ആയിരിക്കണം. ചെയ്യുന്ന പ്രവൃത്തി ഒരല്പം പോലും ഒട്ടിപ്പിടിക്കരുത്, തെറിച്ചു പോകണം. പ്രവൃത്തി കഴിഞ്ഞാൽ അത് പോകണം. എൻ്റെ ഗുരു പറയും, നിങ്ങൾ പണം സമ്പാദിച്ച് ബാങ്കിൽ നിക്ഷേപിച്ചോളൂ, കൂടെ മനസ്സ് നിക്ഷേപിക്കരുതേ എന്ന്. ഒന്ന് മനസ്സിലാക്കൂ, എൻ്റെ ഗുരുവിൻ്റെ ഒരു വാക്യമാണ്. അത് വളരെ ആത്മാഭിമാനത്തോടെ തന്നെ ഞാൻ പറയുകയാണ്. അലയിളകുന്ന ആത്മാവാണ് മനസ്സായി രൂപാന്തരപ്പെടുന്നത്. അലയിളകുന്ന ആത്മാവ് മനസ്സായി രൂപാന്തരപ്പെടുന്നു. ആ രൂപാന്തരപ്പെട്ട മനസ്സ് ആശയങ്ങൾ കൊണ്ട് വലയാണ് അവിടെ കിടന്നിട്ട്. അങ്ങനെ ആശയം ഇതെല്ലാം വറ്റി വരണ്ട് തിരിച്ചറിവ് വരുമ്പോൾ ഈ അലയടങ്ങിയ ഈ മനസ്സ് ആത്മാവായി രൂപാന്തരപ്പെടുന്നു. അതുകൊണ്ട് മനസ്സിലാക്കൂ, അലയിളകുന്ന ആത്മാവ് മനസ്സാകുന്നു, അലയടങ്ങിയ മനസ്സ് ആത്മാവാകുന്നു. ഇത്രയേ ഉള്ളൂ ഇവിടെ കഥ. ജയ ഗുരുദേവ്.